ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രണ്ട് തരത്തിലുള്ള ഗീ റൈസിൻ്റെ റെസിപ്പീസായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഗീ റൈസും പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഗീ റൈസും. നോർമൽ ഗീ റൈസ് എല്ലാവരും ഉണ്ടാക്കുന്നതാവും. അപ്പോൾ ഈ ഒരു സ്പൈസി ഗീ റൈസ് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നോർമൽ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീരകശാല അരി ഒരു 1.25 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊരു അരമണിക്കൂർ ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്തിട്ട്, അപ്പോൾ നമ്മൾ ഗീ റൈസെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഗീ അധികം ഇടാം കേട്ടോ. അതിലേക്ക് 5 ഏലക്ക, 4 കരയാമ്പു, 2 പട്ട, ഒരു കഷ്ണം ബേ ലീഫ്, ഒരു 2 ജാതിപത്രി, അത് ചെറിയതായിട്ട് മുറിച്ചതാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ സഹജീരകവും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ സഹജീരകം ചേർക്കുമ്പോൾ നല്ലൊരു നെയ്ച്ചോറിന് നല്ലൊരു സഹജീരകത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റാം. അത് പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് ഒന്ന് വഴറ്റാം. ഈ സവാള അധികം വഴന്ന് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ. ചെറിയൊരിതായിട്ട് കളർ വന്നാൽ മതി, ചെറിയതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ 2 പച്ചമുളക് ഒന്ന് പൊളിച്ച് ചേർത്തതാണ് കേട്ടോ. അത് രണ്ടായി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ച അരിയില്ലേ, അതൊരു 1/2 hour വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അരി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ നെയ്യിലിട്ട് അരി നന്നായി ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇടുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ നനവുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്നൊരു കുഴഞ്ഞ പോലെയാവും ഉണ്ടാവുക. അപ്പോൾ നന്നായി ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അരി ഇങ്ങനെ ഓരോന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് വിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്ത പോലെ നമുക്കത് പെട്ടെന്ന് തന്നെ ഫീലാവും. സ്പൂൺ കൊണ്ട് തന്നെ കോരി ഇങ്ങനെ ഇടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരും. ആ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നന്നായി വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് കണ്ടല്ലേ, സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നന്നായി വിട്ട് പോരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 3 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിയിട്ട് ചോറ് വേവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി തിളച്ചതിന് ശേഷം മൂടി വയ്ക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വറുത്തെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് ഇടാനുള്ള നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത്, അപ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതുകൊണ്ട് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം സവാളയെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. സവാള ഒന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് നന്നായി കൈവച്ച് തിരുമ്പിയിട്ട് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ട് കിട്ടുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മളിപ്പോൾ ചോറ് എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ആവി അടിക്കുന്നതുകൊണ്ട് ക്യാമറയിൽ കൂടി ശരിക്കും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മല്ലിയിലയും ഈ പൊരിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പാം. അതിനുശേഷം നമുക്കതിന് മുകളിലായിട്ട് ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അത് നല്ല ടേസ്റ്റാട്ടോ. പൊരിച്ച ഉള്ളിയും മല്ലിയിലയൊക്കെ കൂട്ടിയിട്ട് ഈ ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് നോർമൽ ഗീ റൈസാണത്. അപ്പോൾ ഇത് മിക്കവരും ഉണ്ടാക്കുന്നത് തന്നെയാവും. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും ഗീ റൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് കാണിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഗീ റൈസ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മഷ്റൂം കപ്പിൽ 1 കപ്പ് ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കറക്റ്റ് ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ഉണക്കമുളക്, മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള ചെറിയ ഉള്ളിയും പട്ട,
ഗ്രാമ്പൂ, അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചെറിയ ഉള്ളിയൊക്കെ കൂടി ചേർത്ത് നന്നായി ഒന്ന്, അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ചോറിന് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം ഏലക്ക, 2 കരയാമ്പൂ, ഒരു ജാതിപത്രി, ഒരു 2 കഷ്ണം ജാതിപത്രി, അതൊക്കെ ഇട്ടിട്ട് ഒരു സവാളയുടെ ഒരു പകുതി, ചെറിയൊരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് റൈസ് ഇതിങ്ങനെ ചെയ്യുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. അത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ കലക്കി വെച്ച് തേങ്ങാപ്പാലിൽ ആ മസാലകളൊക്കെ കലക്കി വെച്ചിട്ടില്ലേ, അത് അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കറക്റ്റ് വെള്ളം എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനതിലേക്ക് പ്രത്യേകിച്ച് അരി സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് വെള്ളം എടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ടത് നമ്മൾ സാഫ്രൺ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. വെള്ളം ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ കണ്ട ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടില്ലേ, തീ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ലെമണും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊരിച്ച ഉള്ളിയും മല്ലിയിലയും കാഷ്യൂനട്ടും മുന്തിരിയും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല. അതും കൂടി എല്ലാം കൂടി ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഗീ റൈസ് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സ്പൈസി ഒന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ളൊരു സ്പൈസിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.